ഹായ് നമസ്കാരം, രാജേഷ് കൊട്ടാരത്തിലാണ്. ഇതറിയാലോ, നമ്മുടെ കടയാണ്, നമ്മുടെ ജീവിതമാർഗ്ഗമാണ്. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെ കടയിൽ വരാറുണ്ട്, സഹകരിക്കാറുണ്ട്. അതിനൊക്കെ ഒരുപാട് സന്തോഷം, സ്നേഹം. അടുത്തിടെയായിട്ട് നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ, കടയിൽ ഒരു കള്ളൻ കയറിയായിരുന്നു. കള്ളൻ കയറി ഉള്ളത് മൊത്തം കൊണ്ടുപോയി. ഇതിനാ നമ്മൾ തേയിലയും പഞ്ചസാരയും വരെ ഇവിടെ ഉള്ളത് മൊത്തം കൊണ്ടുപോയി. പിന്നെ ഒരു 15 ദിവസം നമ്മൾ കട തുറക്കാതിട്ടിരുന്നു. അപ്പം നമ്മളതിനെതിരെ അടൂർ സ്റ്റേഷനായിരുന്നു. അടൂർ സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിന് പുറമെ നമ്മൾ നടക്കേണ്ടി വന്നു. ഞാൻ തന്നെയാണ് ജോലി കളഞ്ഞിട്ട് നടക്കേണ്ടി വന്നു. അതുപോലെ കട അടച്ചിട്ടിട്ട് നടക്കേണ്ടി വന്നു. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഒരു നല്ലൊരു ഇത് നമുക്ക് കിട്ടിയില്ല. നമുക്ക് സംശയമുള്ളവരെ പറഞ്ഞിട്ട് പോലും അതിൻ്റെ പുറം അന്വേഷിക്കാൻ പോയിട്ടില്ല. ഇതുപോലെ തന്നെ വേറൊരു കടയിൽ മോഷണം നടന്നു. അദ്ദേഹത്തെ പിടിച്ചപ്പം റാന്നിലൊരു കടയിൽ മോഷണം നടന്നപ്പോഴത്തേനും അദ്ദേഹത്തിനെ ഇതുപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ നമ്മൾ ഈ കടയുമായിട്ട് മോഷണം നടത്തിയോടെ എന്തെങ്കിലും ഇതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള തെളിവ് വീഡിയോസ് മുഖേന കൊണ്ട് കൊടുത്തിട്ട് പോലും അടൂർ സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരു ഇതും കിട്ടിയിട്ടില്ല. അവർ എടുക്കാം എന്ന് പറയുന്നതല്ലാതെ ഒരു ഇതും ഇല്ലായിരുന്നു. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ബൈക്കുകാരന്മാരൊക്കെ പോകുമ്പോൾ അവരെ പിടിക്കുക, അവരെ നിന്ന് പൈസ മേടിക്കുക, അതൊക്കെയാണ് അവരുടെ രീതി. പിന്നെ നമ്മൾ ഇത് വിട്ടു. കാരണം നമ്മുടെ ജീവിതമാർഗം നമ്മൾ പിന്നെയും അടച്ചിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാം, പിന്നെ ഓരോ സാധനങ്ങളൊക്കെ അടുപ്പിച്ചു. നമ്മൾ 3-4-5 പേര് നമ്മളെ സഹായിച്ചു. പിന്നെ പുറത്തുനിന്ന് നമ്മളെ സഹായിച്ചു. അപ്പം ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കട പൊളിക്കാൻ പോവുകയാണ്. അപ്പം ഇപ്പോൾ റോഡ് സൈഡാണ്. അപ്പോൾ അവരും സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊണ്ട് ചെന്നപ്പോൾ അവർ പറയുന്നതാണ്, നിങ്ങൾക്കായാലും പറഞ്ഞ റോഡ് സൈഡിൽ കച്ചവടം ചെയ്യാനൊക്കെ ഉണ്ട്, അപ്പോൾ ഇതിലൊക്കെ മോഷണം പോകും. ഇതൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. നമുക്ക് മാത്രമല്ല, റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്ന എല്ലാ പാവങ്ങളടുത്തും ഇവർ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും മോശം നടന്നവർ ചെന്നപ്പോഴെല്ലാം നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇത് തന്നെയാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കട ഇവിടുന്ന് പൊളിച്ചു മാറ്റുകയാണ്. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു കട തുടങ്ങുകയാണ്. കൂടി പോയി കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കകം വെച്ച് അതിൻ്റെ ഉദ്ഘാടനം തുടങ്ങുകയാണ്. അത് തൊട്ട് ചേർന്ന് തന്നെ ഞങ്ങളൊരു പുതിയ കട ഉദ്ഘാടനം തുടങ്ങുകയാണ്. ഒരാഴ്ചയ്ക്കകം അതിൻ്റെ ഉദ്ഘാടനം ആയിരിക്കും. നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും വന്ന് സഹകരിക്കണം. ഉദ്ഘാടനം എന്നാണെന്നുള്ളത് അറിയിക്കും. അതുപോലെ തന്നെ ഈ പുടിയം കൊച്ചാട്ടൻ്റെ ചായക്കട എന്ന ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്യണം. ഇതിൽ വരുന്ന ഫോട്ടോസ്, വീഡിയോസ് എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പ്രോഗ്രാം കണ്ട് ഞങ്ങളെ സ്നേഹിച്ച പോലെ ഈ ഷോപ്പിലും വന്ന് ഞങ്ങളെ സ്നേഹിക്കുക. അതുപോലെ നമ്മുടെ മറ്റേ സുഹൃത്തിന് വഞ്ചിറ്റിച്ചിട്ട് തൈക്കട എന്ന് പറയുന്ന ഹരിക്കുട്ടനും ഉണ്ട്. ആ ഷോപ്പിലും വന്ന് നിങ്ങളുടെ സ്നേഹമൊക്കെ ഞങ്ങളോടൊപ്പം സഹകരിക്കുക. ഇവിടെ സഹകരിക്കുക. ഉദ്ഘാടനം എല്ലാവരെയും വിളിക്കുന്നതായിരിക്കും. സ്നേഹപൂർവ്വം രാജി.